ഹലോ, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു മത്തങ്ങത്തൈയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് മത്തങ്ങത്തൈ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇങ്ങനെ വളർന്നു വന്നിട്ടുള്ളത്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിങ്ങനെ വളർന്ന് അപ്പുറത്തേക്കും പോയിട്ടുണ്ട് വളർന്നിട്ട്. അപ്പോൾ ഇത് നമ്മൾ നട്ട് വളർത്തിയതൊന്നുമല്ല. നമ്മൾ ഈ മത്തങ്ങ വാങ്ങി കറി വെക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ കുരുക്കൾ നമ്മൾ കളയുമല്ലോ, വേസ്റ്റ്. അപ്പോൾ അങ്ങനെ കളയുന്ന വേസ്റ്റിൽ നിന്ന് മുളച്ചു നിന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ ചെറിയ മത്തങ്ങയുടെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, വേറെയും കായ്ക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതൊരു ആൺപൂവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പൂമ്പൊടി നമുക്ക് അതിലേക്ക് ഒന്ന് പരാഗണം നടത്തി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കൈ കൊണ്ട് തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് കൈ കൊണ്ട് തന്നെ അത് പറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ പൂവ് പൊട്ടിച്ചെടുക്കുകയാണ്. പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വേറെ ഒന്നുമല്ല. എൻ്റെ മറ്റേ കയ്യിലെൻ്റെ മൊബൈൽ ഫോണാണ്, നമ്മൾ അതിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നമ്മളത് പൊട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ പൊട്ടിച്ചെടുത്ത പൂമ്പൊടി അപ്പുറത്തെ പൂലിലാക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ പൂവിൻ്റെ അതിലൊക്കെ നമ്മൾ പൊട്ടിച്ച് മാറ്റുക. നമ്മൾ ഈ ഇതിലൊക്കെ പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടിക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിലൊക്കെ ആ പൂമ്പൊടിയുടെ ആവുന്നുണ്ട്. ഇതിൽ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, പക്ഷെ ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ പൂമ്പൊടിയൊക്കെ ഇതിലേക്ക് ആക്കുകയാണ്. നിറച്ച് ഉറുമ്പുണ്ട് അതിൽ. ഉറുമ്പൊക്കെ എൻ്റെ കയ്യുമൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷെ ഇത് മറ്റേ കടിക്കുന്ന ഒരു ഉറുമ്പല്ല, അതൊക്കെ കുഴപ്പമില്ല. നമ്മളങ്ങനെ ചുറ്റും നമ്മൾ ആ പൂമ്പൊടിയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. പറ്റുന്ന പോലെ, അറിയുന്ന പോലെ എല്ലാം നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇത് മത്തങ്ങ ഉണ്ടാവോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നമ്മൾ പരാഗണം നടത്തുന്നത്, ഹാൻഡ് മെയ്ഡായിട്ട്. എന്തായാലും സക്സസ് ആവും, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം തരാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം, അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.